പോലീസിനെതിരെ മുന്നറിയിപ്പുമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. അർജുനായങ്കെ തിരഞ്ഞ് പത്തനംതിട്ടയിലെ കാട്ടാമലയിലെ CPIM പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് നടത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉദയഭാനു. പോലീസുകാർക്കും വീടും അമ്മയും പെങ്ങന്മാരുമുണ്ടെന്നും ഞങ്ങളും നിങ്ങളുടെ വീടുകളിൽ കയറുമെന്നും ഉദയഭാനു പറഞ്ഞു. ചില കോൺഗ്രസ്സുകാർക്ക് ധാരണയുണ്ട്, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ വീട് കയറാനും അവരെ കള്ളക്കേസിൽ കൊടുക്കാനും എല്ലാമാണ് ധാരണയെങ്കിൽ ആ പരിപ്പ് ഇവിടെ ഉപയോഗത്തിൽ ശക്തമായി പ്രതികരിക്കുന്നു. പോലീസുകാരോട് പറയാം, വലിയ ആയതെങ്കിലും എരപ്പാളിക പറയുന്നത് കേട്ടുകൊണ്ട് പാവപ്പെട്ടവന്റെ വീട് കയറിയാൽ നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല. ആ രീതിയിൽ ഞങ്ങളിതിനെ പ്രതികരിക്കും. മര്യാദയാണെങ്കിൽ മര്യാദകേട് കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതികരിക്കും. ഈ നാട് എല്ലാവരുടെയും കൂടിയാണ്. ഇത് രമേശ് ചെന്നിത്തലയുടെ സതീശന്റെ വകയാണോ കേരളം? ഈ നാട് എല്ലാവരുടെയും കൂടെ അല്ലേ? ഇവിടെ പാവപ്പെട്ടവർ ജോലി ചെയ്തിട്ട് ജീവിക്കണ്ടേ? അവർ ഉറങ്ങണ്ടേ? രാത്രി ചെന്ന് കയറിയിരിക്കുക വീട്ടിനകത്ത്. നിങ്ങളുടെയൊക്കെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. അത് അവിടെയൊക്കെ അത്തരം രീതിയിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കരുത്. കയറിയന്മാരെയൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറിയന്മാരെ അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മാറുമെന്നുള്ള കാര്യം നിങ്ങളെ ആരും സംരക്ഷിക്കാൻ കാണത്തില്ല. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന CJP സമരത്തെ അധിക്ഷേപിച്ച കേസിൽ TG മോഹൻദാസിന് ജാമ്യം ലഭിക്കാൻ പോലീസ് ആവശ്യമായ സൗകര്യമൊരുക്കിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ. ശക്തമായ പ്രതിഷേധം വന്നപ്പോഴാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതെന്നും MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു. അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നോട്ടീസ് നൽകാതിരുന്നതും പോലീസിന്റെ വീഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ക്രൂരമായ രീതിയിലുള്ള പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരാളാണ് TG മോഹൻദാസ്. ഞാനായിരുന്നുവെങ്കിൽ ഈ കുട്ടികളെല്ലാം വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നും ഈ പെൺകുട്ടികൾ കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നും കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതി കൃത്യമായിട്ട് അവതരിപ്പിച്ച ഒരാളെ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം വന്നപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്തപ്പോഴാണ് ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ജാമ്യം ലഭിക്കാൻ ആവശ്യമായ സൗകര്യം പോലീസും പ്രോസിക്യൂഷനും ഒരുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജാമ്യം അനുവദിക്കാനുള്ള കോടതി ഉത്തരവുണ്ടായത്. അപ്പോൾ നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ വീഴ്ചയാണ്. ഈ അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് കോടതി അറിയില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി. പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം ജാമ്യം ലഭിക്കുന്ന രീതിയിലുള്ള നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി വന്ദേമാതരം പൂർണ്ണമായ തോതിൽ ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം അതിൻ്റെ തുടർച്ചയിലാണ് വന്നത്. അപ്പോൾ ശരിയല്ലാത്ത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം യാതൊരു കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ കപ്പലിലെ കണ്ടെയ്നറുകൾ സമുദ്രപരിധിക്ക് ദോഷമുണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. TN പ്രതാപൻ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അപകടം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും കണ്ടെയ്നറുകൾ അടക്കം നീക്കം ചെയ്യാനായിട്ടില്ല. കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ചയും കണ്ടെയ്നറുകളിലെ അപകടകരമായ മാലിന്യങ്ങളും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കും. കപ്പലും കണ്ടെയ്നറുകളും നീക്കം ചെയ്യുന്നത് കപ്പൽ കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും കേന്ദ്രം അറിയിച്ചു. കടലിനടിയിലെ പരിശോധനയ്ക്ക് നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. തുടർ പരിശോധനകൾ കാലവർഷത്തിന് ശേഷം നടത്തുമെന്നും നിലവിലെ സാഹചര്യം സുരക്ഷിത പരിശോധനയ്ക്ക് അനുയോജ്യമല്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സുരക്ഷാ നടപടികൾ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കപ്പൽ കമ്പനിയുടെ മറുപടി. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമം അപകടമുണ്ടാക്കുമെന്നതിനാൽ കടലിനടിയിൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്നാണ് കമ്പനി കോടതിയിൽ നൽകിയ മറുപടി. 2025 മെയ് 25-നാണ് വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊച്ചി തീരത്ത് മുങ്ങിയത്.